ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കിയിരുന്നത് വെർബാണ്. വെർബിൻ്റെ ടെൻസാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടെൻസിന് നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസിനാണ് നോക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൻ്റെ നമ്മളിപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. It is used for an action which being in the past and which has continued up to the present time. എന്താണെന്ന് വെച്ചാൽ ഇത് പാസ്റ്റിൽ ഒരു ആക്ഷൻ, അതായത് നമ്മളിപ്പോൾ എഴുതുക അല്ലെങ്കിൽ വായിക്കുക, അതൊക്കെ ഒരു ആക്ഷൻ ആണല്ലോ. ആക്ഷൻ നമ്മൾ ഒരു 2 മണിക്കൂർ മുന്നോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. എന്നുവെച്ചാൽ പാസ്റ്റ്, ഇന്നത്തെ പാസ്റ്റ്, അതായത് ഇന്ന് നമ്മളിപ്പോൾ 2 മണിക്കൂർ മുന്നേ നമ്മളിപ്പോൾ കഥ എഴുതാൻ തുടങ്ങി 2 മണിക്കൂർ മുന്നേ. അപ്പോൾ 2 o'clock കഥ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ സമയം 3 o'clock ആയെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ 2 o'clock തൊട്ട് എഴുതിക്കൊണ്ടിരിക്കുക, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നിർത്താതെ എഴുതിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ വരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എൻ്റെ എക്സാമ്പിൾ നോക്കാം. മൈ ബ്രദർ ഹാസ് കം വെച്ചാൽ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചേട്ടൻ എന്ന് വെച്ചാൽ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന രീതിയിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഹീ ഹാസ് ലേൺ ദി ലെസൺ, അവൻ ലെസൺ പഠിച്ചു. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ, ഞാനൊരു എഴുത്തെഴുതി. പിന്നെ വി ഹാവ് കം, ഞങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴേ വന്നു, ഇപ്പോഴും അവിടെ തന്നെയാണെന്ന രീതിയിലാണ് വരുന്നത്. ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി, ഞാൻ എൻ്റെ ജോലി ചെയ്തു. രാജു ഹാസ് ഗോൺ ടു ഡൽഹി, രാജു ഡൽഹിക്ക് പോയി എന്നാണ് പാസ്റ്റിലെ ഇതാണ് വരുന്നത്. ദ ഗേൾ ഹാവ് ബ്രോട്ട് ദെയർ നോട്ട് ബുക്ക്, ആ പെണ്ണ് നോട്ട്ബുക്ക് പുസ്തകം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നോക്കാം. എ വെർബ് ഇൻ ദി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് ബീയിങ് അറ്റ് സം ടൈംസ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദി പ്രസൻറ്റ് ടൈം. അതായത് ഇതിപ്പോൾ വെർബിൻ്റെ നമ്മൾ പറയുമ്പോഴത്തേക്കും, വെർബിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇത് ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റ് വരെ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുന്നത്. വെച്ചാൽ പ്രസൻറ്റിലും അത് കണ്ടിന്യൂവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂറായാലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സ്റ്റോറി എന്ന് വെച്ചാൽ അവൻ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1975 എന്ന് വെച്ചാൽ 1975 തൊട്ട് അവൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് 2 hours. ദ ചൈൽഡ് ഹാസ് മീൻസ് ആ കുട്ടി 2 മണിക്കൂർ നേരം കൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ടെൻസ് ഫോം ദി ഇതാണ് എന്ന് വെച്ചാൽ അതിൽ വരുന്നത് ആം, ഈസ്, ആർ, പിന്നെ ING വരും, ഫോം ദി വെർബ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താ വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് ടെൻസ് ഫോം ഓഫ് ഹാവ്, പിന്നെ ഹാവ് വരും, ഹാവ് ഹാസ് വരും അതിൽ, പിന്നെ പ്ലസ് പാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദി വെർബ്, വെർബിൻ്റെ പാസ്റ്റും വരും ഇതിൽ. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് ഹാസ്, പിന്നെ ബി പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് വരുന്നത്. പിന്നെ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൽ റിപ്ലൈ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം ഏതൊക്കെയാണെന്ന്. ഐഡൻറ്റിഫൈ ദ ടെൻസ് ഓഫ് ദി വെർബ്. പ്രസൻറ്റ് ടെൻസിൻ്റെ ഇതിൻ്റെ ഏതൊക്കെ ടെൻസ് ആണ് വരുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രസൻറ്റ് ടെൻസിൻ്റെ അണ്ടറിൽ 4 ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്, അവളൊരു പുസ്തകം വായിക്കുകയാണ്. ഐ ഹാവ് റിട്ടേൺ എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതുകയാണ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്, അവൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മൈ ബ്രദർ ബ്രോട്ട് എ കാർ, എൻ്റെ ചേട്ടൻ ഒരു കാറ് വാങ്ങി. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനാണ്
ഇത് ഏതാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഏത് ടെൻസാണ് വരുന്നതെന്ന് വെച്ചാൽ എ എന്നിട്ടിട്ട് ആ ടെൻസ് എഴുതുക, രണ്ടാമത്തെ ഏതാ വന്നതെന്ന് വെച്ചാൽ ബി എന്നിട്ടിട്ട് അത് എഴുതുക. അങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്ലാസ്സിൻ്റെ താഴെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് പറഞ്ഞിട്ട് വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ക്ലാസ്സിൻ്റെ താഴെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.